ഹായ് പ്രറ്റീസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് ഇവിടെ ഒരു സിമ്പിൾ പാൻറ്റിൻ്റെ കട്ടിംഗ് ആണ് കാണിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു അളവ് പാൻറ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് 40 ഇഞ്ചസ് ആണ്. ഇതിൻ്റെ ബെൽറ്റിൻ്റെ ഭാഗം ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 6.5 ഇഞ്ചാണ്. ഇത് 33.5 33.5 ഇഞ്ചാണ് ഇതിൻ്റെ ഇറക്കം. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഈ തുണിയിൽ നമുക്ക് ഇതേ അളവിൽ ഒരു പാൻറ് നമുക്ക് തയ്ക്കാം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കൂടി ഇത് വിശദമായിട്ട് പറഞ്ഞു തരാം. ഇതിന് 2 ഭാഗങ്ങളാണ് ഉള്ളത്, ബെൽറ്റിൻ്റെ ഭാഗവും ഹിപ്പിൻ്റെ ഭാഗവും. ബെൽറ്റിൻ്റെ ഭാഗത്ത് നമുക്ക് നോക്കാം. ഇതിന് 6.5 ഇഞ്ചാണല്ലോ നമ്മൾ ലെങ്തായിട്ട് എടുത്തത്. ആ 6.5യുടെ കൂടെ 2 ഇഞ്ചും കൂടി നമ്മൾ എന്ത് ചെയ്യണം, വിട്ട് കൊടുക്കണം. കാരണം നമുക്കിവിടെ മടക്കി അടിച്ച് വള്ളിയൊക്കെ കൊടുക്കണം. പിന്നെ ഇതിൻ്റെ വിട്ത് എന്ന് പറയുന്നത് 12 ഇഞ്ചാണ് കിട്ടിയത്. അതിൻ്റെ കൂടെ നമുക്ക് 1 ഇഞ്ചും കൂടി കൂട്ടി കൊടുക്കണം. കാരണം എന്താണ്, അത് ജോയിൻ്റൊക്കെ അടിച്ചെടുക്കാനായിട്ട് ഉള്ളത്. ഇനി അടുത്തത് നമ്മുടെ ഈ ഹിപ്പിൻ്റെ ഭാഗമാണ്. ഇവിടെ ഈ ഭാഗം ഞാൻ ഫുള്ള് എടുക്കും. കാരണം അത് 3XL സൈസിൻ്റെ ആയതുകൊണ്ട് ഇതിൻ്റെ പ്ലീറ്റ്സൊക്കെ ഇടാൻ വേണ്ടി നമ്മളത് ഫുൾ എടുക്കുന്നു. പിന്നെ ഇതിൻ്റെ ലെങ്ത് 33.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 2.5 ഇഞ്ചും കൂടി ഇട്ട് കൊടുക്കണം. കാരണം കാലിൻ്റെ ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യണം, 2 ഇഞ്ച് വേണം. ഇവിടെ ഒരു 1/2 ഇഞ്ചും കൂടി വേണം. പിന്നെ ഇവിടെ നിന്ന് ഇതുവരെയാണ് ക്രോച്ച് ലെങ്ത്. ഇത് 10.5 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. ഇതിൽ 10.5 ഇഞ്ചാണ് അതിൻ്റെ അളവ് വന്നിരിക്കുന്നത്. 1/2 ഇഞ്ച് സീം അലവൻസ്. പിന്നെ മേളിൽ ഇവിടെ ക്രോച്ചിൻ്റെ ബാക്കി ഭാഗമായിട്ട് ഇവിടെ 6.5 ഇഞ്ച് ബെൽറ്റിൻ്റെ ഇതും കൂടി വരും. അപ്പം അതും കൂടി ചേർത്തിട്ട് മൊത്തത്തിൽ ഒരു 17 ഇഞ്ചോളം നമുക്കിവിടെ കിട്ടും. ഇനി നമ്മളിത് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നമുക്കൊന്നും കൂടി നോക്കാം. അപ്പം ഞാൻ തുണി മടക്കിയിട്ട് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് 2 ഭാഗം ഫോൾഡഡ്, ഇത് ഓപ്പൺ, ഇവിടെ ഓപ്പൺ. എന്നാൽ ഈ ഭാഗമാണ് ഫുൾ ഫോൾഡഡ് ആണ്. സാധാരണ നമ്മൾ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഭാഗം ഇവിടെ വരും. ഇത് പാൻറ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഭാഗം അവിടെ പോകും. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് നമുക്ക് ബെൽറ്റ് കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇനി ഈ ഭാഗം നമുക്ക് മിച്ചം വരുന്ന ഭാഗം നമുക്ക് ഈ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് എടുക്കാം. ആദ്യമായിട്ട് ഞാൻ അടിഭാഗത്തുനിന്ന് മേൾ വരെ 33.5 ഇഞ്ചാണ് നമുക്ക് വേണം. അതിൻ്റെ കൂടെ 2.5 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് 36 ഇഞ്ചിൽ ഞാനൊരു ലൈൻ വരച്ച് വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നമ്മളൊരു 1.5 ഇഞ്ച് ഇങ്ങോട്ട് അടയാളപ്പെടുത്തണം. അവിടെ നിന്ന് 10.5 ഇഞ്ചല്ലേ നമ്മൾ ക്രോച്ചിന് പറഞ്ഞത്. ആ 10.5 ഇഞ്ച് 1/2 ഇഞ്ചും കൂടെ ചേർത്ത് 11 ഇഞ്ചിൽ നമ്മൾ ഇങ്ങോട്ട് ഒരു ലൈൻ വരയ്ക്കുന്നു. എന്നിട്ട് അവിടെ നിന്നും 1.5 ഇഞ്ച് ഇങ്ങോട്ട് അടയാളപ്പെടുത്തി ഇതൊരു ബോക്സ് ആക്കണം. എന്നിട്ട് ഇവിടെ ചെറിയൊരു കേർവ് കൊടുക്കണം. ബോട്ടം ഭാഗം എങ്ങനെയാ അടയാളപ്പെടുത്തുന്നത് നോക്കാം. ബോട്ടത്തിൻ്റെ ഭാഗത്ത് 2 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് അടയാളപ്പെടുത്തി നമുക്കിവിടെ ഒരു ലൈൻ കൊടുക്കാം. അതിനുശേഷം നമുക്ക് എത്രയാണോ വന്നത് അത് അടയാളപ്പെടുത്തണം. 2 ഇഞ്ച് അടയാളപ്പെടുത്തി അത് നമുക്ക് ലൈൻ കൊടുക്കാം. എന്നിട്ട് നമുക്ക് 6.5 ഇഞ്ചാണ് ഇതിൻ്റെ റെഡി അളവായിട്ട് കിട്ടേണ്ടത്. അതിൻ്റെ കൂടെ നമുക്കൊരു 1.5 ഇഞ്ചും കൂടി എന്ത് ചെയ്യാം, തയ്യൽ തുമ്പ് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ വരയ്ക്കാം. ഈ ക്രോച്ചിൻ്റെ ഈ ഭാഗവും ഈ ബോട്ടത്തിൻ്റെ ഈ ഭാഗവും തമ്മിൽ ബന്ധിപ്പിച്ച് ഒരു ലൈൻ കൊടുക്കണം. അതിനുശേഷം നമ്മൾ നോക്കേണ്ട ഈ ഭാഗത്ത് നമുക്ക് ബെൽറ്റിൻ്റെ അത് കറക്റ്റായിട്ട് കിട്ടുമോ എന്ന് നമ്മൾ നോക്കണം. ഇവിടെ നിന്നൊരു 8 ഇഞ്ച് ഇവിടെ കിട്ടും. പക്ഷെ ഇവിടുത്തെ വിട്ട് നമുക്ക് 13 കിട്ടണം. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ നമുക്കത് കിട്ടുന്നില്ല. വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ചെയ്യാം. എന്നാൽ അതിനേക്കാളും എളുപ്പം നമുക്ക് ഈ രീതിയിൽ ചെയ്യാം. ഇതിൻ്റെ ടോപ്പിന് ഇതിൻ്റെ ഡിസൈൻ വേണ്ട, അതിൽ വേറെ ഡിസൈൻ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം. നമുക്കൊരു 1/2 ഇഞ്ചും കൂടെ കൂട്ടി 8.5 ഇഞ്ചിൽ ഇവിടെ നിന്നും നമുക്ക് ബെൽറ്റ് വെട്ടിയെടുക്കാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഭാഗം ഇത്രയും കട്ട് ചെയ്യാം. വണ്ണം കുറഞ്ഞ ആൾക്കാർക്കാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഇത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. കാരണം വെറുതെ ഈ തുണി നമുക്ക് വേസ്റ്റ് ആക്കണ്ട. ഇത് വണ്ണം ഉള്ള ആളായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇതിൽ നിന്ന് വെട്ടിയെടുക്കണം. കാരണം തുണി കിടക്കുമായതുകൊണ്ട്. അല്ലെങ്കിൽ നമുക്കിത് എന്ത് ചെയ്യാം, വെട്ടിയെടുത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ തയ്ക്കാം. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് തന്നെ ബെൽറ്റ് കട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഞാൻ ഇത് കട്ട് ചെയ്യുന്നത് കാണിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുത്തു. ഇവിടെ നിന്ന് ഇങ്ങനെയും ഇവിടെ നിന്ന് ഇങ്ങനെ. ഇനി എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ ഇതിൻ്റെ അടിഭാഗം ഫോൾഡഡ് അല്ലേ, ആ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ മടക്കി അടിക്കാനുള്ള ഭാഗത്ത് നമുക്ക് ചെറിയൊരു കട്ടിട്ട് കൊടുക്കാം. ഓക്കെ,
കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇത്രയും ഭാഗമാണ് ഇനി ബാലൻസ് വന്നിരിക്കുന്നത്. ഈ ഭാഗത്ത് നിന്ന് നമുക്ക് വണ്ണം കുറഞ്ഞവർക്കാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം, തേര് വശമൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ വണ്ണം കൂടുതലായതുകൊണ്ട് നമുക്കിവിടെ ജോയിൻ്റ് ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് അങ്ങനെ ചെയ്യാതെ ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് 8 ഇഞ്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പക്ഷേ ഇത് തേര് വശം അല്ലാത്തതുകൊണ്ട് നമുക്കൊരു 8.5 ഇഞ്ചും കൂടെ കൊടുത്ത് അടയാളപ്പെടുത്തണം. ഇത് 13 ഇഞ്ച് വിട്ട് നമ്മൾ അടയാളപ്പെടുത്തുക. എന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇത് ഫോൾഡഡ് സൈഡാണ്. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതോ അല്ല, ബെൽറ്റിൻ്റെ ഭാഗവും കട്ട് ചെയ്തെടുത്ത് ഹിപ്പിൻ്റെ ഭാഗവും കട്ട് ചെയ്തെടുത്തു. ഇനി ഇത് ജോയിൻ്റൊക്കെ ചെയ്തടിച്ച് ഇത് പ്ലേറ്റെല്ലാം ഇട്ട് ഇതിങ്ങനെ കൊണ്ടുവന്ന് എന്ത് ചെയ്യണം, ചേർത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സിമ്പിൾ പാൻറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിൻ്റെ വീഡിയോ ഞാൻ ഉടൻ തന്നെ ഇടുന്നതായിരിക്കും. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കേട്ടോ.